إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് നമ്മളെല്ലാവരും മടങ്ങിയെത്തും എന്ന ബോധം നിലനിർത്തി പരിപൂർണമായും ജീവിതത്തിൽ ശ്രദ്ധ നിലനിർത്തണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിത അവസാനം വരെ അവനെ ഓർക്കുന്ന, ഈമാനോടുകൂടി ജീവിക്കുന്ന, ആരോഗ്യത്തോടുകൂടി മരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഇസ്ലാം എന്നുള്ളത് ലോകത്തിന് നിരവധി സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏത് മേഖലയിലും മനുഷ്യർക്കുള്ള സംരക്ഷണമാണ് ഇസ്ലാം ആഗ്രഹിച്ചത്. ബുദ്ധിയുടെ സംരക്ഷണം, അഭിമാന സംരക്ഷണം, സമ്പത്തിന്റെ സംരക്ഷണം, ദീനിന്റെ സംരക്ഷണം, ശരീരത്തിന്റെ സംരക്ഷണം, ഇങ്ങനെ ഇസ്ലാം എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യനായി ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാം പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ഈ കാര്യങ്ങൾ അഭിമാനത്തെയോ മനുഷ്യന്റെ ശരീരത്തെയോ മനുഷ്യന്റെ സമ്പത്തിനെയോ മനുഷ്യന്റെ ദീനിനെയോ മനുഷ്യന്റെ ബുദ്ധിയെയോ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മാത്രമല്ല, അതിനെയൊക്കെ സംരക്ഷിക്കണമെന്നാ പറഞ്ഞത്. സവിശേഷ ബുദ്ധി ഉപയോഗിക്കാത്തവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നാൽക്കാലികളെ പോലെ എന്നാണ്. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ എന്നാണ്. മാത്രമല്ല, സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞത് നമുക്കറിയാം. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിൽ എത്തുമായിരുന്നില്ല. അപ്പൊ ബുദ്ധിയുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ ബുദ്ധിയുടെ ഉപയോഗത്തെയും കൂടി കൃത്യമായി നാം പരിശോധിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ആ രൂപത്തിൽ ബുദ്ധിയെ മലീമസമാക്കുന്ന എല്ലാം ഇസ്ലാം പരിപൂർണമായും വിലക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ലഹരിയുടെ ഉപയോഗവും. മൊത്തത്തിൽ ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ഉറങ്ങണം എന്ന് പറഞ്ഞു. ഒരു സഹാബി ഉറക്കം ഒഴിക്കാൻ പൂർണ്ണമായും തീരുമാനിച്ചപ്പോ അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചു. മറ്റൊരു സഹാബി വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചപ്പോ അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചു. മറ്റൊരു സഹാബി ജീവിതം മുഴുവൻ നോമ്പനുഷ്ഠിക്കുമെന്ന് പറഞ്ഞപ്പോ അതിന് വിലക്കുകയുണ്ടായി. ഇങ്ങനെ
ഒരു മനുഷ്യന്റെ ദീനും ശരീരവും അഭിമാനവും സമ്പത്തും ബുദ്ധിയും സംരക്ഷിക്കാൻ ഇസ്ലാം ഒരുപാട് മാർഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ നിലനിൽപ്പിനാണ് എന്നതുപോലെ തന്നെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ആവശ്യം കൂടിയാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം ഇവിടെ നാം എടുത്ത് ഉദ്ധരിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് ബുദ്ധി പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തും വാങ്ങുമായിരുന്നു. നമുക്കതറിയാം. ശേഷം അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത്ഭുതം എന്നാണ്, അത്യത്ഭുതമായ ഒരു കാര്യം എന്നാണ്. ബുദ്ധി പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും മനുഷ്യൻ തുച്ഛമായ വിലകൾക്ക് വേണ്ടി മൂല്യമുള്ള ഈ ബുദ്ധിയെ മോശമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അത് എന്തൊരു അത്ഭുതമാണ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു വാചകം നാം ഓർക്കേണ്ടതാണ്. ഇവിടെയാണ് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത സാധനമാണ് ബുദ്ധി എങ്കിൽ ആ ബുദ്ധിയെ സംരക്ഷിക്കണം. പണം കൊടുത്ത് വാങ്ങുന്നതിനെ പോലും നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ അവിടെയാണ് ഹംർ, മദ്യം, നാം ഒരു പരാമർശം നടത്തേണ്ടത്. ഹംർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ തട്ടത്തെ കുറിച്ച് അറബിയിൽ പറയുക ഹിമാർ എന്നാണ്. ഹിമാർ എന്ന് പറഞ്ഞാൽ തലയെ മറക്കുന്നത് എന്നാണ്. ഹംർ എന്ന് പറയുമ്പോൾ ബുദ്ധിയെ മറക്കുന്നതിനെയാണ് ഹംർ എന്ന് പറയുക. അപ്പൊ കേവലം ഒരു വെള്ളത്തിന് മാത്രമല്ല ഹംർ എന്ന് പറയുക എന്നാണ് പറഞ്ഞതിന്റെ മറ്റൊരു ഭാഷ്യം. അപ്പോ ഹംർ എന്നുള്ളത്, ലഹരി എന്നുള്ളത് നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന സാധനമാണെങ്കിൽ അതിനെ ഒഴിവാക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് കുല്ലു മുസ്കിരിൻ എന്ന് പറഞ്ഞത്. കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി ബാധിക്കുന്ന സാധനവും എന്താണ്? അത് ഹംറാണ്, അത് ഹറാമാണ് എന്ന് പറയുവാനുണ്ടായ കാരണവും അതുകൊണ്ടാണ്. അപ്പോ പരിപൂർണമായും നമ്മൾ ആലോചിക്കേണ്ടത്, പരിപൂർണമായും കൂപ്പുകുത്തിയ സമൂഹമായിരുന്നു 1400 വർഷങ്ങൾക്ക് മുന്നേ. നമ്മൾ പ്രായമുള്ളവരൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ് എന്ത്, ഈ കാലഘട്ടം എന്താ കഥ, ചെറിയ പിള്ളേർ പോലും എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് 1400 വർഷങ്ങൾക്ക് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗപ്രവേശം ഉണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി വന്നിരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാണ്. മദ്യത്തിൽ മുങ്ങിത്താഴ്ന്നിരുന്ന ഒരു സമൂഹം അവർക്ക് എന്താണ് അടുത്ത നിമിഷം ചെയ്യുന്നത് എന്നുള്ള പക്വതയും തിരിച്ചറിവും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. മാത്രല്ല ഹംർ, മദ്യത്തിന് നിരവധി അറബി പദങ്ങളും നിരവധി വർണ്ണനകളും അറബി കവികളും അറബി എഴുത്തുകാരും ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം വർണ്ണനകൾ മദ്യത്തെക്കുറിച്ച് അറബി കവിതകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അതിന്റെ കാരണം അവർ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു മദ്യപാനവും വ്യഭിചാരവും. അത് ആ കാലഘട്ടത്തിൽ നിയമവിധേയമാക്കപ്പെട്ടതുപോലെ അത് ചെയ്തില്ലെങ്കിൽ ഒരു മോശക്കാരനായതുപോലെയായിരുന്നു അവരുടെ സ്വഭാവമായി ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതപ്പെടും എങ്ങനെയായിരുന്നു അവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഒരിക്കൽ പോലും അവർ രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ പറയാലോ, എന്നെ കൊന്നാലും ഞാൻ വിശ്വസിക്കൂല എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് പലപ്പോഴും. അതേപോലെ ഈ സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾ പറഞ്ഞു പോവുക, എന്നിട്ടും അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു പോകുമാർ അത്രമാത്രം കൂപ്പുകുത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു 1400 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായത് എന്നാണ്. എങ്ങനെയാണ് അവർ മാറിയത്? ആകാശലോകത്തു നിന്ന്, ഏഴാകാശ ലോകത്തു നിന്നും മേഘങ്ങളെ കീറിക്കൊണ്ടുവന്ന വഹീന്റെ ശബ്ദം എന്നുള്ള ആ വഹീന്റെ ശബ്ദമായിരുന്നു അവരുടെ കൽബിനെ മാറ്റിമറിച്ചത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളും വായിച്ചെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഒരിക്കൽ പോലും മദ്യമില്ലെങ്കിൽ മാത്രമല്ല, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചിടണം എന്നവർ അറബി കവിതയിലൂടെ അവർ വർണ്ണനകളായി പാടിയിരുന്നു. കാരണം അത്രമാത്രം മദ്യത്തെ സ്നേഹിച്ചിരുന്ന ഒരു സമൂഹം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ പുകവലിക്കുന്നവർ ആ സാധനം വാങ്ങുമ്പോൾ അതിന് പുറത്തൊരു ചിത്രമുണ്ട്. മുമ്പ് അത് തെറ്റാണ് എന്നുള്ള ടൈപ്പിംഗ് മാത്രമേ ആ ബോക്സിന്റെ പുറത്തുണ്ടായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പുകവലിക്കുന്ന സാധനങ്ങളിൽ ഇപ്പൊ പുകവലിക്കുന്ന സാധനത്തിന്റെ ബോക്സിന്റെ പെട്ടിയുടെ പുറത്ത് ചിത്രം തന്നെയാണ്.
ആ ചിത്രം കണ്ടിട്ട് ആരെങ്കിലും വാങ്ങാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഈ ചിത്രം കണ്ടാൽ എന്തൊരു പേടിയാണ്, ഇത്രയും ഭയാനകമാണോ, എന്നാൽ ഞാനില്ല, വലിച്ചെറിഞ്ഞു എന്നാരെങ്കിലും പറയാറുണ്ടോ? അത് കണ്ടുകൊണ്ട്, നോക്കിക്കൊണ്ട്, ആസ്വദിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ടാണ് ഈ തെറ്റുകൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ പറഞ്ഞത്, ഈ രൂപത്തിൽ ആ കാലഘട്ടത്തിൽ ഇത്തര ഒരു ഉത്ബോധനമോ ഈ രൂപത്തിൽ അത് ഭയാനകമാണ്, ഭീകരമാണ് എന്ന നിർദ്ദേശമോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ പിന്മാറിയത് എന്തുകൊണ്ടാണ്? എന്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൽബിലേക്ക് വന്നപ്പോൾ അവർക്ക് പിന്മാറുവാൻ തയ്യാറായി. ഇന്ന് പള്ളി മെമ്പറുകളിൽ കയറുന്ന, മിഹ്റാബുകൾ നേതൃത്വം നൽകുന്നവർ ആത്മഹത്യാ പ്രവണതകൾക്ക് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി മിഹ്റാബുകൾ ഇമാമ് നിൽക്കുന്നവർ ഇത്തരം ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ആത്മഹത്യകൾക്ക് പ്രേരണയോടെ പോയിക്കൊണ്ടിരിക്കും. ന്യായങ്ങൾ എന്തോ ആവട്ടെ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത് ആദ്യകാലങ്ങളിൽ, ചെറുപ്രായങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക്, കൽബിലേക്ക് നാം അതിനെ എന്തായില്ല, ഊട്ടി ഉറപ്പിച്ചിട്ടില്ല. ഹലാലുകളും ഹറാമുകളും പഠിപ്പിക്കുന്നതിന് മുന്നേ സമൂഹത്തെ നാം പഠിപ്പിക്കേണ്ടത് അഖീദയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പഠിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആദ്യം പഠിച്ചിരുന്നുവെങ്കിൽ, ആയിഷ പറയാണ്, ഇന്നമാ നസല മിനൽ ഖുർആനി അവ്വലു മാ നസല സൂറത്തുൽ മുഫസ്സൽ. ആദ്യം തന്നെ ഖുർആൻ ഇറങ്ങിയപ്പോ മുഫസ്സലായ കുറച്ച് കാര്യങ്ങളാണ് ഇറങ്ങിയത്, സംക്ഷിപ്തമായ ചില കാര്യങ്ങളാണ് ഇറങ്ങിയത്, ചില സൂറത്തുകൾ, ചില ആയത്തുകൾ ഇറങ്ങിയത്. അങ്ങനെയായിരുന്നു. അതിലെന്താ ഉണ്ടായത്? സ്വർഗത്തെ കുറിച്ചായിരുന്നു അതിൽ പഠിപ്പിച്ചത്, നരകത്തെ കുറിച്ചായിരുന്നു അതിൽ പഠിപ്പിച്ചത്, അള്ളാഹുവിനെ കുറിച്ചായിരുന്നു പഠിപ്പിച്ചത്, പരലോകത്തെ കുറിച്ചായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഖബറിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്, അള്ളാഹുവിന്റെ വിചാരണയെ കുറിച്ചായിരുന്നു പറഞ്ഞത്, അള്ളാഹു ആരാണ് എന്നായിരുന്നു പഠിപ്പിച്ചത്. ആ ഒരു പഠിപ്പിക്കലുണ്ടായപ്പോ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ, അല്ല കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ അവർ മാറ്റമുണ്ടായി. മാറിയത് വ്യക്തികളാണോ? അല്ല, സമൂഹം തന്നെ മാറി എന്നുള്ളതാണ്. തന്റെ ഒട്ടകം അപരന്റെ, മറ്റുള്ളവന്റെ പറമ്പിൽ പോയി ഒരു പുല്ല് കടിച്ച കാരണത്താൽ അവൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നിരുന്നു. അത് ഒട്ടകം പുല്ല് കടിച്ചു എന്നുള്ളതായിരുന്നില്ല കാരണം. പണ്ടേ കാത്തിരിക്കുകയാണ് യുദ്ധക്കൊതിയന്മാരായ വെറിയന്മാർ. പക്ഷെ ആ യുദ്ധക്കൊതിയന്മാരായ വെറിയന്മാർ എന്തെങ്കിലും ഒരു കാരണം കാത്തുനിന്ന ആ സമൂഹം, നിങ്ങൾ അല്ലാഹുവിന്റെ പാർശ്വം മുറുകെ പിടിക്കണം, ഭിന്നിക്കാൻ പാടില്ല എന്ന ഒരു പ്രഖ്യാപനം കേട്ടപ്പോ മാറിയത് വ്യക്തികളായിരുന്നില്ല, സമൂഹമായിരുന്നു. കാരണം അവർ പഠിച്ചത് അതിനു മുന്നേ എന്തായിരുന്നു? അവർ പഠിച്ചത് അല്ലാഹു എന്നുള്ള കലിമത്തായിരുന്നു. അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ ജബ്ബാറുൽ മുതകബ്ബിർ. അല്ലാഹു മുഹൈമിനാണ്, അല്ലാഹു മുഅ്മിനാണ്, നിർഭയത്വം നൽകുന്ന മേൽനോട്ടക്കാരനായ റബ്ബാണ് എനിക്ക് മുകളിലുള്ളത് എന്നുള്ള ഒരു മേൽനോട്ടക്കാരനെ കുറിച്ച് അവർ പഠിച്ചിരുന്നു. നമ്മൾ പഠിക്കാതെ പോയത് അതാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്നു. നമ്മൾ പഠിക്കാതെ പോയത് മുഅ്മിനായ റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, മുഹൈമിനായ അല്ലാഹുവിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അസീസ് എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്ക് മനസ്സിലായിട്ടില്ല. അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അൽ മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അല്ലാഹു ആരാണ് എന്ന് പഠിക്കേണ്ടതുണ്ട്. അവിടെയാണ് വലില്ലാഹി അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് നല്ല നല്ല പേരുകളുണ്ട്. ഇന്ന ലില്ലാഹി 99 ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും ആ 99 പേരുകൾ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ പൂർണ്ണമായും കാണാതെ വായിക്കാൻ, കാണാതെ പറയാൻ, കാണാതെ അർത്ഥം പറയാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഒരു പരിശോധന നമ്മൾ നടത്തണം സ്വയം. വേറെ ആൾ ചോദിക്കാനല്ല, ആരും വിമർശിക്കാനൊന്നുമല്ല, നമുക്ക് ബോധമുണ്ടാകാനാണ്. ആ അള്ളാഹുവിന്റെ 99 പേരുകൾ ഒരു പദം കേട്ടാൽ, അൽ ഹാദി എന്ന് കേട്ടാൽ അത് അള്ളാഹുവിന്റെ പേരാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആയിഷ ബി പറയാണ്, ലാ തശ്റബുൽ ഖംറ വലാ തദ്ഉൽ ഖംറ അബദ. അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇറങ്ങിയപ്പോ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ മദ്യപിക്കരുത് എന്നായിരുന്നില്ല. അങ്ങനെ ആയിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ ലാ നദ്ഉൽ ഖംറ അബദ, ഒരിക്കലും ഞങ്ങൾ മദ്യം ഒഴിവാക്കുമായിരുന്നില്ല. മറിച്ച് ഞങ്ങളോട് പറഞ്ഞതെന്താ? അല്ലാഹു അഹദ് എന്നുള്ള പ്രഖ്യാപനമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു.
അല്ലാഹ് എന്നുള്ളത് പരിചയപ്പെടുത്തിയപ്പോ, അല്ലാഹ് എന്നുള്ളത് പഠിപ്പിച്ചപ്പോ, അല്ലാഹ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തപ്പോ, അല്ലാഹു ആരാണെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ ബാക്കിയൊക്കെ പിന്മാറാൻ തയ്യാറായി. അപ്പൊ നമ്മൾ തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോകുന്നതിന്റെ മുഖ്യമായ കാരണം എന്താണ്? അൻത റഖീബു അലൈഹിം എന്നുള്ള, അല്ലാഹ് നിങ്ങളുടെ റഖീബാണ് എന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലാഹ് റഖീബാൻ അർറുഖബാഉ ഇലൈനാ, അല്ലാഹു നമ്മിലേക്ക് ഉറ്റുനോക്കുന്നവനാണ് എന്ന പ്രയോഗമുണ്ടായിരുന്നു അവർക്കിടയിൽ. സഹാബ വനിതകൾ പലപ്പോഴും തങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. രാവിലെ ഇറങ്ങുമ്പോ നിങ്ങൾ തിരിച്ചു വരുമ്പോ ഹലാല് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. ചിലപ്പോ നിങ്ങൾ ഹറാമിലൂടെ സമ്പാദിച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞിരിക്കാം, ഹറാം ഒഴിവാക്കിയാൽ ഞങ്ങൾ പട്ടിണിയാണ് എന്ന് വന്നേക്കാം. പക്ഷേ ഞങ്ങളുടെ വയറുകളിൽ ഹറാമിനെ ഭക്ഷിപ്പിക്കാൻ നിങ്ങൾ കാരണമാവരുത് എന്ന് പറഞ്ഞ പ്രയോഗം സഹാബ വനിതകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം അവർ അല്ലാഹു എന്നുള്ളത് അവരുടെ കൽബിലേക്ക് കയറിയത് കൊണ്ടാണ്. അള്ളാഹുവിനെ ആരെങ്കിലും കണക്കാക്കിയാൽ, ആ 99 നാമങ്ങൾ ആരെങ്കിലും കണക്കാക്കിയാൽ ദഖലൽ ജന്ന, സ്വർഗത്തിലാണ്. അതാ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ ഇടപെടലുകളിൽ അബദ്ധങ്ങളും അപാകതകളും വരുമ്പോ ആ നേരത്തെ തന്നെ തിരിച്ചറിവുണ്ടാവണം. തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ തെറ്റുകൾ സംഭവിച്ചു പോയാലും അതേ നിമിഷം തിരിച്ചു വരാൻ അവർ തയ്യാറാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം പോരായ്മകൾ ഉണ്ടാകുമ്പോ ആ സമൂഹത്തിലേക്ക് അള്ളാഹു നടത്തിയ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ ഒരു ഉത്ബോധനമുണ്ടല്ലോ, അവിടെ പറഞ്ഞത് ഫഹൽ അൻതും മുൻതഹൂൻ എന്നൊരു പ്രയോഗമായിരുന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മദ്യപിക്കുന്നു, വ്യഭിചരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പിന്മാറാൻ തയ്യാറാവണം, പിന്മാറാൻ തയ്യാറാവണം എന്ന് പറഞ്ഞു. പിന്മാറാൻ പറഞ്ഞു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയും വിരമിക്കുന്നില്ലേ? ഈ ഫവാഹിഷിൽ നിന്ന്, ഈ അനീതികളിൽ നിന്ന്, ഈ തോന്നിവാസങ്ങളിൽ നിന്ന്, ഈ അധർമ്മത്തിൽ നിന്ന്, ഈ അരാജകത്വത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ തയ്യാറായില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ. അപ്പൊ അവര് പറഞ്ഞു, ഇൻതഹൈന ഇൻതഹൈന ഇൻതഹൈന, ഞങ്ങളിതാ പിന്മാറിയിരിക്കുന്നു, ഞങ്ങളിതാ പിന്തിരിഞ്ഞിരിക്കുന്നു, ഞങ്ങളിതാ മദ്യത്തിന്റെ കോപ്പകൾ തച്ചുടച്ചിരിക്കുന്നു എന്നവർ പ്രഖ്യാപിച്ചത് ഒരു വ്യക്തിയായിരുന്നില്ല, സമൂഹമായിരുന്നു. ആ സമൂഹം അതിനുവേണ്ടി ജീവിച്ചവരായിരുന്നു. പക്ഷേ ഈ ഖുർആൻ എന്നുള്ള ആകാശങ്ങളെ കീറിക്കൊണ്ടുവന്ന ആ കലിമത്ത് പഠിച്ചപ്പോ അവർക്ക് മാറ്റമുണ്ടായി. നമ്മുടെ മക്കളിലേക്കും സമൂഹത്തിലേക്കും ഒറ്റക്കെട്ടായി നാം ഇറങ്ങേണ്ടതുണ്ട്. തൂഫാൻ എന്നുള്ള പേരിൽ ഭരണകൂടം ഇറങ്ങുമ്പോ നമുക്ക് ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ടതുണ്ട്. സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ, സമൂഹത്തെ ഉത്ബോധനത്തിലേക്ക് എത്തിക്കാൻ, സമൂഹത്തെ നേരിലേക്ക് എത്തിക്കാൻ ഇറങ്ങേണ്ടതുണ്ട്. അതിനു മുന്നേ നമ്മുടെ വീട്ടിൽ വെച്ച് തുടങ്ങേണ്ടതുണ്ട്. മല്ലം യർഹം സഗീറന വലം യുവക്കിർ കബീറന. പറയാൻ എളുപ്പമാണ്. ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. രണ്ടാമത് പറഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്, വലിയവരോട് ബഹുമാനം കാണിക്കാത്തവൻ, അതെല്ലാവരും ഉൾക്കൊള്ളാറുണ്ട്. പക്ഷെ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ എന്ന് പറയുമ്പോ നമ്മെക്കാൾ പ്രായം കുറഞ്ഞ, നമ്മെക്കാൾ വിവരം കുറഞ്ഞ, നമ്മെക്കാൾ പക്വത കുറഞ്ഞ, നമ്മെക്കാൾ വിവരമില്ലാത്ത, അവിടെ സഗീർ എന്നുള്ളതിന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് വിവരം കൊണ്ട്, പക്വത കൊണ്ട്, പ്രായം കൊണ്ട്, എല്ലാം കൊണ്ടും എന്നാണ്. നമ്മെക്കാൾ താഴ്ന്നിട്ടുള്ളവർ എന്ന് തോന്നുന്നവരുണ്ടല്ലോ, അവരുടെ കരുണ കാണിക്കേണ്ടതുണ്ട്. തെറ്റുകൾ ചെയ്താൽ, അബദ്ധങ്ങൾ ചെയ്താൽ, അപാകതകൾ പറ്റിയാൽ അവരെ കൂരമ്പുകളെ പോലെയുള്ള കണ്ണിന്റെ നോട്ടങ്ങളെ കൊണ്ടല്ല അവരെ കീറി മുറിക്കേണ്ടത്, മറിച്ച് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ലാളനയുടെ പദപ്രയോഗങ്ങൾ അവരിലേക്ക് പോകേണ്ടതുണ്ട്. ചേർത്ത് പിടിക്കണം. പള്ളിയിൽ മൂത്രമൊഴിച്ച ആ മനുഷ്യനെ പോളപുറത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ മൂത്രമൊഴിക്കുന്നവരെ കത്തിരിക്കുകയും അദ്ദേഹത്തിന് തോളത്ത് കൈവച്ചുകൊണ്ട് സഹോദര ഇത് പള്ളിയാണ് എന്ന് ഒരു ഉദ്ബോധനം നടത്തുകയുമാണ് ചെയ്യുകയുണ്ടായത്. കുത്തുന്ന പോത്തിനെ വേദമോദാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പള്ളിയാട്ടോ, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ പാരമ്പര്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാം ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം, കൂട്ടിപ്പിടിക്കാൻ തയ്യാറാവണം, സ്നേഹിക്കുവാൻ തയ്യാറാവണം.
ഒന്നുകൂടി മാതാപിതാക്കളെ വലിയൊരു ഉത്തരവാദിത്തമാണ് സമൂഹത്തോടുള്ളത്. നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടു കഴിഞ്ഞവരാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ മക്കളുടെ പരിചയക്കാരുണ്ട്, നമ്മുടെ മക്കളുടെ അയൽക്കാരുണ്ട്, നമ്മുടെ മക്കളെ പലപ്പോഴും സ്നേഹിക്കുന്നവർ പലരും ഇത്തരം തെറ്റുകളിൽ അകപ്പെട്ടവരുണ്ട്. ഒരു ഫോൺ കോൾ, ഒരു ചിരി, ഒരു നോട്ടം മതിയാകും ചിലപ്പോ അവരെ നന്മയിലേക്ക് എത്തിക്കാൻ. നമ്മുടെ പ്രാർത്ഥനയുണ്ടാവണം അവർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മയുണ്ടാവണം അവർക്ക് വേണ്ടി, നമ്മുടെ മനസ്സുണ്ടാവണം അവർക്ക് വേണ്ടി, നമ്മുടെ കൽബുണ്ടാവണം അവർക്ക് വേണ്ടി. ഞാൻ എന്റെ കൽബ് പറിച്ചു നൽകും എന്ന് പറയാറുണ്ട്. എങ്കിൽ പീഡനം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ഇത്തരം അധർമ്മത്തിൽ അകപ്പെട്ടു പോയവർക്ക് വേണ്ടിയാവട്ടെ നമ്മുടെ കൽബും നമ്മുടെ പ്രാർത്ഥനയും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ഓതിവെച്ചത് സൂറത്ത് ഇബ്രാഹീമിലെ 24-ാമത്തെ ആയത്താണ്. കേട്ടുപരിചയമുള്ള ആയത്താണ്. 24, 25, 26, 27 ആയത്തുകൾ. അതിൽ ഒരു മരത്തെക്കുറിച്ച് അള്ളാഹു ഉപമിക്കുകയാണ്. മരം എന്നുള്ളത് നല്ല ഭൂമിയുടെ അടിഭാഗങ്ങളിലേക്ക് വേരുകൾ ആഴ്ന്നു പോയ, ചെറിയ കാറ്റുകളെ കൊണ്ട് മറിക്കാൻ പറ്റാത്ത അത്രയും ശക്തമായ ഒരു മരം. ആ മരം നല്ല തടിയുണ്ട്, നല്ല കൊമ്പുകളുണ്ട്, നല്ല ഇലകളുണ്ട്, നല്ല കായ്ക്കനികളുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ആകാശങ്ങളിൽ വിരിമാറുറച്ചു നിൽക്കുന്ന തരത്തിലുള്ള വലിയ ഒരു മരം. ആ മരത്തെയാണ് അള്ളാഹു ഉപമയായി പറഞ്ഞത്. ആ ആയത്തിന് നിരവധി വിശദീകരണങ്ങളും ഹദീസുകളുമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആയത്തിന് വിശദീകരണമായി വന്നിട്ടുള്ളത്. മറ്റൊന്ന് കൂട്ടായ്മയാണ് ആയത്തിന് വിശദീകരണമായി വന്നിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ സ്വഭാവമാണ് ആ ആയത്തിന് വിശദീകരണമായി വന്നിട്ടുള്ളത്. ഏത് വിശദീകരണമായാലും, ഈ 3 വിശദീകരണമായാലും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ആയത്താണ് ഇത്. നമ്മൾ ഒരു മരത്തെ പോലെയാവണം. ആ മരം ഭൂമിയിൽ വളർന്നു വലുതായി നല്ല ഉറപ്പുള്ള മരമാണ്. ആർക്കും പെട്ടെന്ന് അതിനെ മറിച്ച് വീഴ്ത്താൻ സാധ്യമല്ല. ആ മരത്തിൽ പക്ഷികൾക്ക്, പറവകൾക്ക്, ഉറുമ്പുകൾക്ക്, ജീവികൾക്കും ഒക്കെ അതിൽ അഭയമാണ്. അതോടൊപ്പം കായ്ക്കനികൾ ആ മരത്തിൽ ലഭ്യമാണ്, നല്ല തണലുകൾ ലഭ്യമാണ്. മരം കാണുമ്പോൾ ആർക്കും അസൂയുണ്ടാക്കുന്ന വിധം പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മരമാണ്. ഒരുപാട് കൊമ്പുകൾ, ഒരുപാട് ഇലകൾ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇലകൾ. ആ ഒരു മരം വർണ്ണിക്കുന്നതിന്റെ അപ്പുറത്താണ്. എങ്കിൽ നമ്മൾ ഒരു മരമാവണം. നമ്മൾ ചെയ്യേണ്ടതും ആ മരത്തിന്റെ ദൗത്യമാണ്. മറ്റുള്ളവർക്ക് നമ്മെ കൊണ്ട് ഉപകാരമാവണം. ഐക്യത്തോടെ, ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ മുന്നോട്ടേക്ക് നീങ്ങണം. ഒരു വീട്ടിൽ പഴയ കാലങ്ങളിൽ 12, 15, 16 ആളുകൾ ജീവിച്ചിരുന്നു. ഇന്നൊരു വീട്ടിൽ കൂടി വന്നാൽ 2, 4 ആളുകളുടെ വീട്ടിൽ പോലും ആ 5 പേര് തമ്മിൽ പരസ്പരം മിണ്ടാൻ എത്ര മണിക്കൂർ ചെലവഴിക്കാറുണ്ട്? വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കോ വീട്ടിലെത്തുന്ന ഉപ്പ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ ആ 2 മണിക്കൂർ നേരങ്ങളിൽ ആകെ കൂടിയാൽ മക്കളോട് സംസാരിച്ച സമയം എത്രയാണ്? ആ ഉപ്പ ആകെ കൂടി തന്റെ ഭാര്യയോട് സംസാരിച്ച സമയം എത്രയാണ്? രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പുറം ലോകത്തുള്ളവരോട് സംസാരിച്ച സംസാരത്തിന്റെ മണിക്കൂറുകളും എണ്ണവും കണക്കും ഒന്ന് കണക്കോട് കൂട്ടിയാൽ തന്റെ വീട്ടിലവിടെ മിണ്ടിയതിന്റെ കണക്ക് എത്രയാണ്? അങ്ങനെ നോക്കുമ്പോൾ ഈ മരം എവിടെയാണ് ആദ്യം വളരേണ്ടത്? വീട്ടിലാണ്. എങ്കിൽ ആ മരം നമ്മുടെ വീട്ടിൽ വളരാൻ കഴിയേണ്ടതുണ്ട്. ആ മരം ഞാനാണ് എങ്കിൽ ഞാനാണ് ആ വീട്ടിൽ വളരേണ്ട മരം. എങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു മരത്തിന് ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടത് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രൂപത്തിൽ പടർന്നു പന്തലിക്കുന്നവരാകണം നമ്മൾ എല്ലാവരും. ഈ രൂപത്തിൽ ഖുർആൻ ഉൾക്കൊള്ളുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. സമൂഹത്തോട് നല്ല നിലയിൽ പെരുമാറാൻ, സമൂഹത്തോട് എന്ന് പറയാൻ എനിക്ക് എളുപ്പമാണ്,
കേൾക്കാൻ നിങ്ങൾക്ക് അതിനേക്കാൾ എളുപ്പമാണ്. പക്ഷെ സമൂഹത്തോട് ഇടപെടുന്നതിന് മുന്നേ നമ്മുടെ കൂടെയുള്ളവരോട്, കൂടെ നടക്കുന്നവരോട്, കൂടെ ഇരിക്കുന്നവരോട്, വീട്ടിലുള്ളവരോട് അതുപോലെ പെരുമാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, അതിനു വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്, ഖുർആനിന്റെ ആളാവുക എന്നുള്ളതാണ്, ഖുർആനിന്റെ വക്താവുക എന്നുള്ളതാണ്, ഖുർആനിന്റെ പ്രചാരകരാവുക എന്നുള്ളതാണ്. എങ്കിൽ ഖുർആൻ ബർക്കത്താണ്. ആ ഖുർആൻ ബർക്കത്താകുന്നതോട് കൂടി തന്നെ നമ്മുടെ അപാകതകളും അബദ്ധങ്ങളും തിരുത്താൻ ഖുർആനിന്റെ വായനയിലൂടെ, ഖുർആന്റെ പഠനത്തിലൂടെ അള്ളാഹു നമുക്ക് സഹായം നൽകും. അതിനാൽ നമ്മൾ ഖുർആനിന്റെ പ്രചാരകരാകും. ഖുർആൻ പഠിക്കാൻ നിരവധി സംവിധാനങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമാണുണ്ട്. ഓൺലൈനിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കൃത്യമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പഠിക്കുവാൻ പറ്റുന്ന സംവിധാനങ്ങൾ. ഓഫ്ലൈനിലും ഒരുപാട് സംവിധാനമുണ്ട്. QHLS പോലെ, XLRs പോലെ പേരുള്ളതും ഇല്ലാത്തതുമായ നിരവധി ഖുർആൻ പഠന സംരംഭങ്ങൾ കൂട്ടായോ അല്ലാതെയോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. എല്ലാവരും ആ രൂപത്തിലുള്ള ഖുർആൻ പഠനത്തിലേക്ക് മുന്നേറണം എന്ന് ഓർപ്പിക്കുകയാണ്. തൊട്ടടുത്തുള്ളവർക്ക് നമ്മുടെ ഈ പള്ളിയിലും എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബിന് ശേഷം ഇവിടെയും നമ്മുടെ ഈ രൂപത്തിൽ ഖുർആൻ പഠന ക്ലാസ് സൂറത്തുൽ മുഅ്മിനൂനാണ് പഠന മാധ്യമ വിഷയം. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിതാവുക എന്നുള്ളത് നമ്മുടെ ദൗത്യമായി മാറ്റണം. ഒരു ദിവസം ഒരായത്തെങ്കിലും അർത്ഥം പഠിക്കുകയും ആ ഒരായത്തെങ്കിലും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ്. നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ ഒരായത്ത് ഏതോ കിട്ടിയത് ഷെയർ ചെയ്യുക എന്നതിന് പകരം നാം ഒരായത്ത് പഠിക്കുകയും ആ ആയത്ത് നാം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ ഒരായത്ത് നമ്മുടെ കുടുംബ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറണം. അതല്ലാതെ ഒരു ഫോർവേഡിംഗ് തൊഴിലാളിയായി നമ്മൾ മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ മറ്റൊരു ചുരുക്കം. ആ രൂപത്തിലുള്ള ഒരു ദഅവത്ത്, ഒരു പ്രബോധന ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുവാൻ മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നമുക്ക് നീ നൽകണേ. അല്ലാഹുവേ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നവർ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈമാനോടുകൂടി ആഫിയത്തോടുകൂടി മരിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിലെ വെള്ളം കോരിക്കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നീ ഇഷ്ടപ്പെട്ടവരോട് മാത്രമായി നീ പുഞ്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരി കാണുവാനും അനുഭവിക്കുവാനുമുള്ള ഈമാനും സൗകര്യവും ഞങ്ങൾക്ക് നീ നൽകണേ നിന്നെ ആരാധിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ പള്ളിയിൽ വരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ ഇബാദത്തിൽ ഇഖ്ലാസ് കാണിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ നിന്റെ സ്നേഹം ഞങ്ങൾ നീ ചൊരിയണേ നിന്റെ റഹ്മത്ത് ഞങ്ങളിൽ നീ ചൊരിയണേ നിന്റെ ബർക്കത്ത് ഞങ്ങൾ നീ ചൊരിയണേ നിന്റെ ബർക്കത്ത് ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും നീ ചൊരിയണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين.